ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഹോമിയോ ബോട്ടിലൊക്കെ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കളർ സാൻഡിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു കോർക്ക് ജസ്റ്റ് ഉണങ്ങിയ ഒരു മരത്തിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൽ ജസ്റ്റ് ഒന്ന് വാർണിഷ് അടിച്ചാൽ മതി. നിങ്ങൾക്ക് ഹോമിയോ ബോട്ടിൽ തന്നെ വേണമെന്നില്ല, ഇതുപോലത്തെ ഇൻസുലിൻ ബോട്ടിലാണെങ്കിലും മതി. പക്ഷേ എനിക്ക് ഈ ഒരു വർക്കിനായിട്ട് കുറേ നീളത്തിലുള്ള ബോട്ടിലാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 4 കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര കളേഴ്സ് വേണമെങ്കിലും ഇത് എടുക്കാം. അപ്പോൾ പോസ്റ്റർ കളർ ഞാൻ ഒരു ഗ്രീൻ കളറിലെ പോസ്റ്റർ കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ലെമൺ യെല്ലോ കളറിലെ ആക്രിലിക് കളറ്, ക്രിംസൺ കളറിലെ ആക്രിലിക് കളറ്, പിന്നെ അൾട്രാവയലറ്റ് ബ്ലൂ ഉള്ള ആക്രിലിക് കളറും എടുത്തിട്ടുണ്ട്. ഇത് എന്താ പോസ്റ്റർ കളർ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആക്രിലിക് സാപ്പ് ഗ്രീനെക്കാട്ടിലും എനിക്ക് ഒരു പോസ്റ്റർ കളറിൻ്റെ ലൈറ്റ് ഗ്രീനാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. ഈ ഒരു കളറുണ്ട്, നല്ലൊരു ഭംഗിയുണ്ട്. കുറച്ച് ലൈറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. അപ്പോൾ എന്നാലും നമുക്ക് ഇത് കളർ ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലത്തെ പേപ്പർ ഇതുപോലെ സ്റ്റാപ്ലെയർ ചെയ്തിട്ട് ഇതുപോലെ ഇത് ഉണ്ടാക്കിയെടുക്കണം, ഒരു കോണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മളുടെ ബോട്ടിലെടുക്കാം. ബോട്ടിലോട്ട് കയറുന്ന രീതിയിലുള്ള ഒരു ഇതായിരിക്കണം. അപ്പോൾ അതിന് ശേഷം അങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ എടുക്കുക. ശേഷം നമുക്ക് അതിലോട്ട് ഇങ്ങനെ കോരി ഇടണം. നെക്സ്റ്റ് നമുക്ക് ഒരു കോലുമിഠായി ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു കോല് കിട്ടും. അത് ജസ്റ്റ് ഒന്നിങ്ങനെ കല്ലുകൊണ്ട് ഇടിച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക അതിൻ്റെ അറ്റം. അപ്പോൾ നമുക്കതിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഷേപ്പ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ റെഡ് ഇട്ടിട്ടുണ്ട്, ഇച്ചിരി ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതെങ്ങനെ ചെയ്യേണ്ടത് കാണിച്ചു തരാം. ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ എല്ലാ കളേഴ്സും ഒന്ന് ചെയ്തെടുക്കുക. ഇതുപോലെ ഇങ്ങനെ പതിയെ പതിയെ അമർത്തി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ട് എഴുതുക. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുപോലെ ഒരു നല്ല ബോട്ടിൽ ആർട്ട് വീഡിയോ അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് വീഡിയോയിൽ കാണാം.